ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കടലിന്റെ പുന്നാര മണവാട്ടി എന്ന് കവി പുകഴ്ത്തിയ കല്ലായിപ്പുഴ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. കോഴിക്കോട് നഗരത്തിന്റെ ജീവനാഡിയായി ഒഴുകിയ പുഴയിൽ ചെളിയും മാലിന്യങ്ങളും മാത്രം. ഇങ്ങനെ പോയാൽ പാട്ടുകളിൽ മാത്രം പുഴ ജീവിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നാണ് സൂചനകൾ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന്റെ പ്രവൃത്തി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. പാളയം മാനാഞ്ചിറ വലിയങ്ങാടി വികസനത്തിന് കോഴിക്കോട് വികസന അതോറിറ്റിയുടെ പ്രത്യേക പരിഗണന. വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു കോഴിക്കോട് നഗര വികസന സെമിനാർ. മതേതരത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് UDF-നൊപ്പം ഉറച്ചു പ്രവർത്തിക്കുമെന്ന് CMP. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സംഘടനാ ശൈഥില്യത്തിന്റെ ഭാഗമെന്നും CMP സെക്രട്ടറി CP ജോൺ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ CPM സ്വയം സോഷ്യൽ ഫാസിസ്റ്റുകളായി മാറുന്ന സാഹചര്യത്തിൽ UDF-നോടൊപ്പം മതേതര ജനാധിപത്യത്തിനു വേണ്ടി CMP ഉറച്ചു പ്രവർത്തിക്കുമെന്ന് CMP സെക്രട്ടറി CP ജോൺ. ഇടതുപക്ഷം ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണെന്നും 2004 രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് CPM മടങ്ങിപ്പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CMP-യിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ സംഘടനാ ശൈഥില്യത്തിന്റെ ഭാഗമാണ്. MVR കെട്ടിപ്പടുത്ത രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ തീരുമാനിച്ചത്. അവരെ സംബന്ധിച്ച് UDF എന്നത് ഒരു ഇടത്താവളം മാത്രമാണ്. എന്നാൽ CMP-ക്ക് UDF ആണ് യഥാർത്ഥ ഭവനം. ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തിനെതിരെയും കേരളത്തിലെ സോഷ്യൽ ഫാസിസത്തിനെതിരെയും പൊരുതേണ്ട കടമ CMP-ക്കുണ്ട്. MVR എന്ന പ്രതീകമുയർത്തിയത് കറകളഞ്ഞ രാഷ്ട്രീയ നയങ്ങളാണ്. സ്ഥാപക നേതാവിന്റെ രോഗാവസ്ഥയെ മുതലെടുക്കാൻ ആരും ശ്രമിക്കരുതെന്നും CMP സെക്രട്ടറി CP ജോൺ പറഞ്ഞു. ഇടതുപക്ഷങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. CPM-ഉം CP ഇരുട്ടിൽ തപ്പുകയാണ്. അതുകൊണ്ടാണ് CMP ശക്തമായി ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റിനെ പിന്താങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആ UPA പ്രസ്ഥാനത്തെ പിന്താങ്ങിക്കൊണ്ട് ഒരു മതേതര ഭരണഘടന സംരക്ഷിക്കുന്ന കർത്തവ്യം, കടമ ഏറ്റെടുക്കണം എന്ന് പറയുന്നത്. അരവിന്ദാക്ഷനും കണ്ണനും പറഞ്ഞുകൊണ്ടിരുന്നത് CMP-യുടെ ഇടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ CPI-യിലോ CPM-ലോ ആണ്. UDF-ന്റെ അഭ്യർത്ഥന CMP എക്കാലത്തും മാനിക്കും. ശല്യമുണ്ടാക്കി മതേതര ജനാധിപത്യമെന്ന UDF നൌകയിൽ ഓട്ടയിടാൻ തയ്യാറല്ലെന്നും UDF-ൽ തന്നെ CMP ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭാവിയിൽ നാട് എങ്ങനെ ആയിരിക്കണമെന്ന ബോധ്യത്തോടെയായിരിക്കണം പദ്ധതികൾ നടപ്പിലാക്കേണ്ടതെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. കോഴിക്കോട് വികസന അതോറിറ്റിയുടെ നഗരവികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്ന നഗരവികസന സെമിനാർ ചാലപ്പുറം സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നഗരവികസന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭാവിയിൽ നാട് എങ്ങനെയായിരിക്കണം എന്ന ബോധ്യത്തോടെയായിരിക്കണം പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. മുനിസിപ്പാലിറ്റികൾ തന്നെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്വത്തുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടത്താനോ പറ്റുന്നില്ല. ഗവൺമെന്റിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, പ്ലാൻ ഫണ്ട് എത്രയാണ്, അതിന് എല്ലാ ചെലവുകളും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുള്ളത്. അപ്പൊ അത് മാറണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവലപ്മെന്റ് അതോറിറ്റികളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ ഇവരോടൊക്കെ ഞങ്ങളൊരു പദ്ധതി, അതായത് പാർട്ണർ കേരള എന്നുള്ള ഒരു പദ്ധതി നമ്മൾ തുടങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. CDA രൂപകൽപ്പന ചെയ്ത പദ്ധതികളുടെ വിവരണമായിരുന്നു സെമിനാറിൽ പ്രതിപാദിച്ചത്. പദ്ധതികളിൽ പ്രധാനമായും വലിയങ്ങാടി ഏരിയ പുനർനിർമ്മാണം, പാളയം മാനാഞ്ചിറ SM സ്ട്രീറ്റ് ഏരിയ വികസനം, കല്ലായി റോഡ് നവീകരണം, ബേപ്പൂർ തുറമുഖ വികസന പദ്ധതി എന്നിവയാണുള്ളത്. കൂടാതെ ടൂറിസ്റ്റിനെ ആകർഷിക്കാനുള്ള പദ്ധതികൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. സെമിനാറിൽ മന്ത്രി ഡോക്ടർ M K മുനീർ അധ്യക്ഷത വഹിച്ചു.
മേയർ എ കെ പ്രേമചം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. CDA ചെയർമാൻ NC അബൂബക്കർ, CDA സെക്രട്ടറിയും ടൗൺ പ്ലാനറുമായ AM ജയൻ, എ പ്രദീപ് കുമാർ MLA, കലക്ടർ CA ലത, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് MT പത്മ, KP രമേശ്, അഹമ്മദ്, NM സലീം എന്നിവർ സംബന്ധിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ വർദ്ധിച്ചതോടെ കോഴിക്കോട്ടെ പ്രസിദ്ധമായ കല്ലായിപ്പുഴ നശിക്കുന്നു. പുഴ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കയ്യേറ്റക്കാരുടെ ഒത്താശക്കാരായി മാറിയതോടെ പതിറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു ജലസ്രോതസ്സാണ് വിസ്മൃതിയിലാവുന്നത്. സജീഷ് കുമാർ തറയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടിന്റെ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് കല്ലായിപ്പുഴയ്ക്ക്. ഒരു കാലത്ത് കേരളത്തിന്റെ മരവ്യവസായത്തിന്റെ ഈറ്റില്ലമായിരുന്നു കല്ലായിപ്പുഴയോരം. ലണ്ടനിലെ ബർക്കിംഗ്ഹാം കൊട്ടാരത്തിന് നിർമ്മിതിക്ക് ആവശ്യമായ മരങ്ങൾ വരെ ഇവിടെ നിന്നായിരുന്നു കയറ്റി അയച്ചിരുന്നത്. പിന്നീട് കാലപ്രവാഹത്തിൽ മരവ്യവസായം പേരിനു മാത്രം ഒതുങ്ങിയതോടെയാണ് കല്ലായിപ്പുഴയുടെ കഷ്ടകാലം തുടങ്ങിയത്. മരവ്യവസായത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പാട്ടത്തിനു നൽകിയ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി. ഇതിനോട് ചേർന്നുള്ള പുഴയുടെ ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഈ കയ്യേറ്റങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതേക്കുറിച്ച് പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി ഫൈസൽ പള്ളിക്കണ്ടി. കല്ലായിൽ എത്ര കയ്യേറ്റങ്ങൾ ഉണ്ടായോ എല്ലാത്തിനും പരാതികൾ നൽകിയെങ്കിലും പക്ഷെ നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. കല്ലായിപ്പുഴ സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇല്ലാത്ത കാലത്തോളം സർക്കാരിന്റെ ഭൂമികൾ അന്യാധീനപ്പെട്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിന്റെ മണവാട്ടിയായി എഴുത്തുകാരും സിനിമക്കാരും വാഴ്ത്തിയ ഒരു പുഴയുടെ ഇന്നത്തെ ദൃശ്യമാണിത്. കയ്യേറ്റങ്ങൾ വർദ്ധിച്ചതോടെ ഒഴുക്കു കുറഞ്ഞ പുഴ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറാൻ തുടങ്ങി. ഈ രീതിയിൽ പോയാൽ സമീപ ഭാവിയിൽ തന്നെ കല്ലായിപ്പുഴ ഓർമ്മയായി മാറും. സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ഡെസ്ക്. കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന്റെ പ്രവൃത്തി 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി MK മുനീർ. കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ മേയർ AK പ്രേമചന്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. ₹1,40,00,000 പ്രവൃത്തിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൂടാതെ റോഡ് സുരക്ഷ കൂടി കണക്കിലെടുത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ₹1,25,00,000 ഇതിനു വേണ്ടി നമ്മൾ ആദ്യഘട്ടമായി വെച്ചത്. അതുകൊണ്ട് തന്നെ ഭരണാനുമതി ₹1,25,00,000 ലഭിച്ചത്. പക്ഷേ സാങ്കേതിക അനുമതി നൽകുന്ന ഘട്ടത്തിൽ 15 ലക്ഷം കൂടി അധികം വേണ്ടി വരും എന്ന് കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി ₹1,40,00,000 കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ അറിയിക്കുന്നു. കണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചം അധ്യക്ഷയായിരുന്നു. സ്ഥലം കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ P ഉഷാദേവി, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് AV അൻവർ, PV അവറാൻ, പദ്ധതി ചെയർമാൻ K മൊയ്തീൻ കോയ, KK ഗിരീഷ്, K അജിത് കുമാർ, PK നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരോടുള്ള UDF സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ. ശമ്പള കമ്മീഷൻ ഘടന പൊളിച്ചെഴുതുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് FSCTO നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശമ്പള കമ്മീഷൻ ഘടന പൊളിച്ചെഴുതുക, ടേംസ് ഓഫ് റെഫറൻസ് സംഘടനകളുമായി ചർച്ച ചെയ്യുക, പണിമുടക്ക് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് FSCTO നേതൃത്വത്തിൽ ധർണ നടത്തിയത്. കോഴിക്കോട്ട് കലക്ടറേറ്റിന് മുൻപിലും വടകര കൊയിലാണ്ടി സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലും ധർണ സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരോടുള്ള UDF സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് ഇസ്മായിൽ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമായിട്ടുള്ള കർണാടക സംസ്ഥാനത്തിലെ അധ്യാപകർക്ക് ജീവനക്കാർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് പെൻഷനാനുകൂല്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. O രാജചന്ദ്രൻ, FSCTO താലൂക്ക് പ്രസിഡന്റ് K രാജഗോപാൽ എന്നിവരും അധ്യാപകരും ജീവനക്കാരും ധർണയിൽ പങ്കെടുത്തു. കൊയിലാണ്ടിയിൽ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K ബേബി സുന്ദർരാജും വടകരയിൽ KSTA സംസ്ഥാന ട്രഷറർ AK ഉണ്ണികൃഷ്ണനും ധർണ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees.
അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. മീഞ്ചന്ത മിനി ബൈപ്പാസിൽ പറക്കും തളിക എത്തിയെന്ന വാർത്ത തെല്ലൊരു ആശ്ചര്യത്തോടെയാണ് ജനങ്ങൾ കേട്ടത്. പിന്നീട് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ബൈപ്പാസിലേക്ക്. മിംസ് ആശുപത്രിയുടെ കോർപ്പറേറ്റ് പരസ്യത്തിന് വേണ്ടി എത്തിയ ഹെലിക്യാം സിസ്റ്റമാണ് പറക്കും തളികയുടെ രൂപത്തിലിറങ്ങിയത്. കോഴിക്കോട് മിനി ബൈപ്പാസിൽ പറക്കും തളികയെത്തിയെന്ന വാർത്ത ഞൊടിയിടയിലാണ് ജില്ലയാകെ വ്യാപിച്ചത്. പിന്നീട് ഉറവിടം തേടിയുള്ള യാത്രയിലായിരുന്നു നാട്ടുകാർ. അന്വേഷണത്തിലൊടുവിൽ എത്തിച്ചേർന്നത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മിംസ് ആശുപത്രിക്ക് മുന്നിലാണ്. അപ്പോഴും ആശുപത്രിക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ് ആശാൻ. ചിത്രകഥകളിൽ കണ്ട പറക്കും തളികയല്ല, മറിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവാൻ തുടങ്ങി. ഗോപ്രോ ക്യാം വഹിച്ചുകൊണ്ടുള്ള പൈലറ്റില്ല ഹെലികോപ്റ്ററാണ് താരം. താഴെ എത്തിയപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടിയത്. ഹെലിക്യാമിനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രശസ്ത ഛായാഗ്രഹകൻ VR ജഗന്ത് താഴെയുണ്ട്. വിജയകൃഷ്ണ ഫിലിംസിന്റെ ബാനറിൽ മിംസ് ആശുപത്രിയുടെ കോർപ്പറേറ്റ് സിനിമയുടെ ചിത്രീകരണമായിരുന്നു. 2 ദിവസം മുൻപാണ് മിംസിന്റെ ചിത്രീകരണത്തിനായി ഇത്തിരി കുഞ്ഞൻ ഹെലിക്യാം കോഴിക്കോട്ടെത്തിച്ചത്. GPS സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം ഉപയോഗിച്ച് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താനാകും. മാഗ്നറ്റിക് കൺട്രോളിലാണ് പ്രവർത്തനം. സാധാരണ സിനിമകളിലും മറ്റുമാണ് ഹെലിക്യാം ഉപയോഗിക്കുന്നത്. കോഴിക്കോട്ട് ആദ്യമായാണ് പരസ്യ ചിത്രീകരണത്തിനായി ഹെലിക്യാം ഉപയോഗിക്കുന്നത്. അർഷാദാണ് പ്രൊജക്ട് ക്യാമറമാൻ. ആകാശത്തു നിന്നും ഹെലിക്യാമിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ താഴെ മോണിറ്റർ ചെയ്യാനും ദൃശ്യങ്ങൾ പകർത്താനുമുള്ള സൗകര്യവുമുണ്ട്. ഭൂമാഫിയകളുടെ കടന്നുകയറ്റവും കരിങ്കൽ ഖനനവും നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയെന്ന് പ്രകൃതി സംരക്ഷണ സമിതി. അനധികൃതമായി നടക്കുന്ന കരിങ്കൽ ഖനനം നിമിത്തം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ വീര്യമ്പ്രം നിവാസികൾ. പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമുറകൾക്കൊരുങ്ങുകയാണ് ഇവർ. കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ വീര്യമ്പ്രം ദേശത്താണ് അനധികൃതമായി ക്വാറി പ്രവർത്തിക്കുന്നത്. അധികൃതർ അനുമതി നൽകിയതിലും വലിയ സ്ഥലത്താണ് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുശ്ശേരിപ്പാറ ഭൂമാഫിയകളുടെ ഖനനം മൂലം പരിസരവാസികൾ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ക്വാറി മാഫിയകളുടെ പ്രവർത്തനം ജീവനും സ്വത്തിനും വരെ ഭീഷണിയായി മാറി. സ്ത്രീകൾക്ക് സുരക്ഷിതരായി വീട്ടിലിരിക്കാൻ പോലും അസാധ്യമായി. പ്രദേശവാസികൾ പൊടിയും പുകയും മൂലം നിത്യരോഗികളായി മാറിയ സാഹചര്യത്തിൽ അധികൃതർക്ക് നിരന്തരമായി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ക്വാറി മാഫിയക്കെതിരെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മാഫിയകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ബന്ധപ്പെട്ടവർ ചെയ്യുന്നതെന്നും വീര്യമ്പ്രം പ്രദേശത്തെ പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു. ഒരു ദിവസം നിർത്തിവെച്ചു, സത്യസത്യങ്ങൾ പറയണല്ലോ, ഒരു ദിവസം നിർത്തിവെച്ചു, പിറ്റേന്ന് പൊട്ടിച്ചില്ല. അതിന് 3-ാം നാൾ വളരെ ശക്തമായിട്ട് വീണ്ടും പൊട്ടിച്ചു തുടങ്ങുകയാണുണ്ടായത്. അതിനുശേഷം ഈ വീടുകളിൽ ശല്യം ചെയ്യുക, വളരെ വൃത്തികെട്ട സംഗതികൾ അടുത്ത പ്രദേശത്ത് ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി. നാട്ടുകാരുടെ അപകടാവസ്ഥ ബന്ധപ്പെട്ടവർ പരിഗണിക്കും വരെ ഖനന പ്രവർത്തനങ്ങളും കല്ല് ലോറികളും തടയുന്നതുൾപ്പെടെയുള്ള ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു.
നെല്ലിക്കോട് KCM AUP സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിത അരുൺ അധ്യക്ഷയായിരുന്നു. സ്ഥലം MLAയും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായ ഡോക്ടർ MK മുനീറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് കാച്ചിലാട്ട് KCM AUP സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടന കർമ്മം മന്ത്രി MK മുനീർ നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപകനായ ജ്യോതിസ് P കടയപ്പുറത്ത് രചിച്ച കാണാച്ചരടുകൾ എന്ന പുസ്തകം മന്ത്രി MK മുനീറിന് കൈമാറി. നിങ്ങൾ പാചകപ്പുര ഉണ്ടാക്കുന്ന സമയത്ത് അതിന് പുക പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഭാഗം മാറ്റിവെച്ച് കെട്ടിടത്തോട് അനുബന്ധമാക്കി അത് പണിയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മഴവെള്ള സംഭരണിയും അതിൻ്റെ കൂടെ തന്നെ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ സാധിക്കുമെങ്കിൽ അത് രണ്ടും ചേർത്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഈ സ്കൂളിന് അടുത്ത വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ അനുവദിക്കാം എന്ന് ഈ സമയത്ത് പറയുകയാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കവിത അരുൺ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് AV അഗസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക K പുഷ്പ, 23-ാം വാർഡ് കൗൺസിലർ K ദേവകി, KV അരവിന്ദാക്ഷൻ, PTC മുഹമ്മദ് കോയ, MP സുരേഷ്, CV സുരേഷ്, U രാജഗോപാലൻ നായർ, K സോമസുന്ദരൻ, P പ്രഭാകരൻ, V ജീജാബായ്, M ഗീത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2012-13 അധ്യയന വർഷത്തെ ഇൻസ്പയർ അവാർഡ് ജേതാവ് ദീപക് V, യുറേക്ക വിജ്ഞാനോത്സവം ജില്ലാതല വിജയി ഫാത്തിമ റിൻഷ V എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വിശ്വം വിവേകാനന്ദം എന്ന ഗോകുല കലായാത്രയ്ക്ക് നന്മണ്ടയിൽ സമാപനമായി. കലാജാഥയുടെ ഗാനരചന നിർവഹിച്ച കവി PK ഗോപി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം സംസ്ഥാന സമിതി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല കലായാത്ര വിശ്വം വിവേകാനന്ദം നന്മണ്ടയിൽ സമാപിച്ചു. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതം പൊതുസമൂഹത്തിന് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് കുട്ടികളുടെ കലായാത്ര സംഘടിപ്പിച്ചത്. 25 അംഗങ്ങളുള്ള കലായാത്ര കേരളത്തിലെ 1000 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായ ജനുവരി 12-ന് നന്മണ്ടയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ആഴത്തിൽ പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് പ്രതികരിക്കാൻ ഒരു വ്യക്തിക്കാവുമ്പോഴാണ് അയാൾ അല്പം മാത്രമെങ്കിൽ അറിവിന്റെ ജാലകം തുറന്നു. ഡോക്ടർ K രാജേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന പൊതുകാര്യദർശി V ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ K മോഹൻദാസ്, ജില്ലാ സംയോജകൻ P പ്രമോദ്, TK സന്തോഷ് കുമാർ, രാജൻ സൗപർണിക, RM ഷാജി, M സത്യൻ എന്നിവർ സംസാരിച്ചു. ഗാനരചന നിർവഹിച്ച PK ഗോപിയെയും സംവിധാനം നിർവഹിച്ച കനകദാസ് പേരാമ്പ്രയെയും പോസ്റ്റർ ഡിസൈൻ ചെയ്ത സുർജിത് കിനാലൂർ, കലായാത്രാരഥം രൂപകൽപ്പന ചെയ്ത പ്രശാന്ത് നിർമ്മല്ലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലായാത്രയുടെ പരിശീലനം നിർവഹിച്ച മാതാ പേരാമ്പ്രയിലെ കലാകാരന്മാർ, കലായാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. Stars collection. Youthinaria best. Youthful surprises. Shapes and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീചക്ര മഹാമേരു കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത തൃക്കുട്ടിശ്ശേരി പാലക്കാട്ടിലത്ത് ജനുവരി 14, 15, 16 തീയതികളിൽ നടക്കുന്ന ചടങ്ങുകളിൽ സമർപ്പിക്കും. പാലക്കാട്ടിലെ അംഗങ്ങളുടെ തലമുറകൾ പിന്നിട്ട ശ്രീശക്തി ഉപാസനയുടെ സായുജ്യമാണ് ശ്രീചക്ര മഹാമേരു സമർപ്പണം. മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ ജനുവരി 16 സമർപ്പണ കർമ്മം നിർവഹിക്കും.
ശ്രീയന്ത്രം അഥവാ ശ്രീചക്രം അഥവാ മഹാമേരു എന്നത് മധ്യബിന്ദുവിൽ നിന്നും ഓജസ് പ്രസരിക്കുന്ന തരത്തിൽ പരസ്പരം കോർത്തിണക്കിയ 9 ത്രികോണങ്ങളുടെ സംയോജനമാണ്. ഭൗതിക പ്രപഞ്ചത്തെയും അതിന്റെ സ്രോതസ്സിന്റെ ആവിർഭാവത്തെയും സൂചിപ്പിക്കുന്നതാണ് മധ്യബിന്ദു. സ്വർഗം, ഭൂമി, നരകം എന്നീ 3 ലോകങ്ങളുടെ അഭൗമ സൗന്ദര്യമായ ദേവിയുടെ ശ്രീ ലളിത അഥവാ ത്രിപുരസുന്ദരി രൂപത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ യന്ത്രം. ശ്രീചക്രത്തിന്റെ രൂപഘടന മഹാമേരുവിന്റെ രൂപത്തിനോട് സദൃശമാണ്. ശ്രീചക്രത്തിൽ കാണുന്ന ഉന്നതികൾ മഹാമേരുവിന്റെ മുകളിലെ തട്ടുകൾ അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് എഴുന്നു നിൽക്കുന്ന രൂപം ചിത്രണം ചെയ്യപ്പെട്ട 3D ശ്രീചക്രം മേരുചക്രം എന്നറിയപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമാണ്. അതിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ മഹാമേരുവായിട്ടാണ് ഇവിടെ ഈ സമർപ്പണം നടത്തുന്നത്. പിന്നെ നവാവരണ പൂജയുണ്ട്. നവാവരണ കൃതി ആലാപനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ആളുകളാണ് നടത്തുന്നത്. ഇത്തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീചക്ര മഹാമേരു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പാലക്കാട്ടില്ലത്ത് ജനുവരി 14, 15, 16 തീയതികളിൽ നടക്കുന്ന താന്ത്രിക ചടങ്ങുകളോടും വിവിധ ആഘോഷ പരിപാടികളോടും കൂടി സമർപ്പിക്കും. മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ 16-ാം തീയതി രാവിലെ നടക്കുന്ന ചടങ്ങിൽ ശ്രീചക്ര മഹാമേരു സമർപ്പണം നിർവഹിക്കുമെന്നും സംഘടനാ സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ള, ശിവൻ തൃക്കുറ്റിശ്ശേരി തുടങ്ങിയവർ പറഞ്ഞു. അപേക്ഷകൻ ഏത് പ്രദേശത്തു നിന്നായാലും RGGV പദ്ധതി അനുസരിച്ച് 6 മാസത്തിനകം വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. KSEBയുടെ കോഴിക്കോട് നഗര പുനരാവിഷ്കൃത ഊർജിത ഊർജ്ജ വികസന പരിഷ്കരണ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരത്തിലെ വൈദ്യുതി മേഖലയിലെ ആധുനീകരണം 2015 ജൂലൈയിൽ പൂർത്തിയാകും. കോഴിക്കോട് നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും വൈദ്യുതി വിതരണത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനാണ് നഗര പുനരാവിഷ്കൃത ഊർജിത ഊർജ്ജ വികസന പരിഷ്കരണ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആധുനീകരണത്തിന് 200 കോടി രൂപയുടെ പദ്ധതിയാണ് KSEB നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ കരാർ ചെന്നൈ L&T കമ്പനിക്ക് നൽകി. പദ്ധതി അനുസരിച്ച് 286 കിലോമീറ്റർ 11 kV ഭൂഗർഭ കേബിളും 600 യൂണിറ്റ് ഓട്ടോമാറ്റിക് സംവിധാനവും 100 kV 249 ട്രാൻസ്ഫോമറും സ്ഥാപിക്കും. നിലവിലുള്ള 645 സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കും. പുതുതായി 112 കിലോമീറ്റർ 11 kV ലൈൻ സ്ഥാപിക്കും. കേടായതും പഴയതുമായ 56,000 സിംഗിൾ ഫേസ് മീറ്ററുകളും 2629 3 ഫേസ് മീറ്ററുകളും മാറ്റും. 1555 സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ഓട്ടോമാറ്റിക് മീറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. വിതരണ മേഖല ശക്തിപ്പെടുത്തുകയും വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്യും. കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളിലെ മുഴുവൻ പ്രദേശങ്ങൾക്കും എലത്തൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് KSEB ചീഫ് IT വിഭാഗം ചീഫ് എഞ്ചിനീയർ MA അബ്ദുൽ ഖാദർ പറഞ്ഞു. വൈദ്യുതി ഭവൻ അങ്കണത്തിൽ പദ്ധതി നിർമ്മാണം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MK മുനീർ അധ്യക്ഷം വഹിച്ചു. സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. PT റഹീം MLA, KC അബു, KS സുരേഷ് ബാബു, MT പത്മ, MA അബ്ദുൽ ഖാദർ, O അശോകൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി പ്രസരണം, വിതരണം, വാണിജ്യം എന്നിവയിലെ നഷ്ടം 15% കുറയ്ക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടെ ഗുണമേന്മയുള്ള വൈദ്യുതി എല്ലാ ഉപഭോക്താക്കൾക്കും ലഭിക്കുകയും വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. വൈദ്യുതി ബില്ലിംഗും പരാതി പരിഹാര സംവിധാനവും കേന്ദ്രീകൃത കൺട്രോൾ റൂമിലിരുന്ന് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ നിയന്ത്രിക്കുവാനും കഴിയും. പേരോത്ത് രാജീവൻ രക്തസാക്ഷിയായിട്ട് 21 വർഷം പിന്നിട്ടു. പേരോത്ത് രാജീവന്റെ ഓർമ്മ പുതുക്കി CPIM ബേപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM ബേപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരോത്ത് രാജീവൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി പൊതുയോഗവും പ്രകടനവും നടത്തി. ആയിരത്തി 1993 ജനുവരി 12-നാണ് നടുവട്ടത്തെ അന്യമതസ്ഥന്റെ കട ആക്രമിക്കുന്നതിനെ ചെറുത്ത പേരോത്ത് രാജീവൻ കൊല്ലപ്പെട്ടത്. അനുസ്മരണ പരിപാടി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങളോട് നമുക്ക് കരുത്തോടുകൂടി പ്രതികരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും വ്യക്തിയോടുള്ള വിരോധത്തിന്റെ ഭാഗമായി ഒന്നും ചെയ്യണം. സംഘടക സമിതി ചെയർമാൻ K. രാജീവ് അധ്യക്ഷത വഹിച്ചു. സംഘടക സമിതി സെക്രട്ടറി N. സദു, CPIM ഏരിയ സെക്രട്ടറി V. ബാലകൃഷ്ണൻ, M. ഗിരീഷ്, N. അനി, മുൻ MLA VKC മമ്മൂദ് കോയ, T. ഹസൻ, K. ബാലരാമൻ, M. ചായച്ചുട്ടി എന്നിവർ സംബന്ധിച്ചു.
കണ്ണഞ്ചേരി ശ്രീ ഗണേഷ് കലാസമിതിയുടെ നേതൃത്വത്തിൽ ബാല ചിത്രരചനാ മത്സരം വർണ്ണം 2014 സംഘടിപ്പിച്ചു. കണ്ണഞ്ചേരി ക്ഷേത്ര പരിസരത്ത് നടന്ന ബാല ചിത്രരചനാ മത്സരം മാതൃഭൂമി സീനിയർ ആർട്ടിസ്റ്റ് ജി സജീവ് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കണ്ണഞ്ചേരി ശ്രീ ഗണേഷ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ബാലചിത്രരചനാ മത്സരമായ വർണ്ണം ഇത്തവണയും വിപുലമായി സംഘടിപ്പിച്ചു. കണ്ണഞ്ചേരി ക്ഷേത്ര പരിസരത്ത് നടന്ന ബാലചിത്രരചനാ മത്സര ചടങ്ങ് കോഴിക്കോട് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി വിനിശ്ചലാനന്ദ ഉദ്ഘാടനം ചെയ്തു. ചിത്രരചനാ മത്സരം മാതൃഭൂമി സീനിയർ ആർട്ടിസ്റ്റ് ജി സജീവ് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സീരിയൽ സിനി ആർട്ടിസ്റ്റുകളായ സാധിക വേണുഗോപാൽ, ഷീജ പയ്യാനക്കൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെഹ്റു യുവകേന്ദ്ര ബ്ലോക്ക് കോർഡിനേറ്റർ ജിനീഷ് ലാലിയം, കണ്ണഞ്ചേരി ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് കെ വി വേണുഗോപാലൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പി വി രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർണ്ണം 2014 ലോഗോ രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് കെ രമേശിനെ അനുമോദിച്ചു. പി വി പ്രവീൺകുമാർ സ്വാഗതവും സി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ബിസിനസ് വാർത്തകൾ. വസ്ത്രവിസ്മയങ്ങൾക്ക് പുതിയ ഭാവം നൽകി ലേഡീസ് പ്ലാനറ്റ് കോഴിക്കോട് റാമോഹൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ലേഡീസ് പ്ലാനറ്റിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി ഇമ്പിച്ച അഹമ്മദ് ഹാജി നിർവഹിച്ചു. ആയിഷ ഷിബ് ആദ്യ വിൽപ്പന നടത്തി. സ്ത്രീകളുടെ വസ്ത്രാലങ്കാരത്തിന് പുതിയ രൂപം നൽകിക്കൊണ്ടാണ് ലേഡീസ് പ്ലാനറ്റ് വസ്ത്രാലയം എത്തിയിരിക്കുന്നത്. ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ലെഹൻഗ, ഗാഗ്രെ തുടങ്ങി ഡിസൈനർ വസ്ത്രങ്ങളുടെ വൻ ശേഖരം തന്നെയാണ് കടയിൽ ഒരുക്കിയിരിക്കുന്നത്. നൌഷാദ്, വി പി ആലിക്കോയ, സിയാദ് എന്നിവരാണ് കടയുടെ മാനേജിംഗ് പാർട്ട്ണർമാർ. ഫാഷൻ സങ്കല്പങ്ങൾക്ക് എന്നും വൈവിധ്യം ആഗ്രഹിക്കുന്ന കോഴിക്കോടിന് നൂതനമായി ലേഡീസ് വസ്ത്രങ്ങൾക്ക് വിശാലമായ ലോകമാണ് തുറന്നു നൽകുന്നതെന്ന് അവർ പറഞ്ഞു. ലേഡീസ് പ്ലാനറ്റ്, റാമോഹൻ റോഡ്, ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ്, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ശബരിമല ക്ഷേത്രത്തിൽ നിലനിന്നു പോരുന്ന ദൈവഹിതമായ ആചാരത്തെ മറികടന്ന് ക്ഷേത്ര പരിസരത്ത് ദേവസ്വം ബോർഡ് നടപ്പാക്കി വരുന്ന അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. അയ്യപ്പ ഭക്തന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും ഭക്തരുടെ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നവർക്കെതിരെ വിശദമായ അന്വേഷണം നടത്തണമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ആവശ്യപ്പെട്ടു. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി റെഡ് സ്റ്റാലിയൻസ് മാറാടും അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മാറാട് ദിനരാജദാസ് ALP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുത്ത തിമിര രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. ക്യാമ്പിനോടനുബന്ധിച്ച് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയവും നടന്നു. റെഡ് സ്റ്റാലിയൻസ് മാറാട് സെക്രട്ടറി ശരത്, പ്രസിഡന്റ് ഫൈസൽ, ശരത്, സുനീർ, ശ്രീജിത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, വടകര താലൂക്കുകളിലെ മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പേരാമ്പ്ര, നൊച്ചാട്, കായണ്ണ, കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ, കോട്ടൂർ, നടുവണ്ണൂർ, അരിക്കുളം, കൂത്താളി, ചെങ്ങരോത്ത്, കുറ്റ്യാടി, വേളം, മേപ്പയ്യൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി പേരാമ്പ്ര താലൂക്ക് രൂപീകരിക്കണമെന്ന മലയോര ജനതയുടെ ആവശ്യം സർക്കാർ അവഗണിച്ചതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പേരാമ്പ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനാ ഭാരവാഹികൾ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 14 താമരശ്ശേരി താലൂക്ക് ഉദ്ഘാടനത്തിന് വരുന്ന മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പേരാമ്പ്ര താലൂക്കിനു വേണ്ടി നിവേദനം സമർപ്പിക്കുമെന്നും അവർ അറിയിച്ചു. രാംകോ കേരള സ്റ്റേറ്റ് ഇന്റർ ഡിസ്ട്രിക്ട് അക്കാദമി ഫുട്ബോൾ ലീഗ് ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്നു. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയും കടത്തനാട് രാജ ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി സെക്രട്ടറി പള്ളത്ത് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ KT ശൈലേഷ്, M രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണഞ്ചേരി മിനി ബൈപ്പാസിന്റെ പ്രവൃത്തി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. പാളയം, മാനാഞ്ചിറ, വലിയങ്ങാടി വികസനത്തിന് കോഴിക്കോട് വികസന അതോറിറ്റിയുടെ പ്രത്യേക പരിഗണന. വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു കോഴിക്കോട് നഗര വികസന സെമിനാർ. മതേതരത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് UDF-നൊപ്പം ഉറച്ചു പ്രവർത്തിക്കുമെന്ന് CMP. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സംഘടനാ ശൈഥില്യത്തിന്റെ ഭാഗമെന്നും CMP സെക്രട്ടറി CP ജോൺ.
വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.